അതൊരു മാന്യമായ സമീപനാണ്. അദ്ദേഹം ചർച്ചയ്ക്ക് സമയം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞത് സ്വാഗതം ചെയ്യണം. അപ്പൊ എനി ടൈം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. സമയം അദ്ദേഹമാണല്ലോ അറിയിക്കേണ്ടത്. ഞങ്ങളെ സമയത്തിനൊരു അദ്ദേഹത്തിന്റെ സമയത്തിന് കൂടി സമയം കൂടി രണ്ടു കൂട്ടരും ആ സമയത്തിന് സംബന്ധിച്ച് ആലോചിച്ച് ഒരു സമയം അദ്ദേഹം പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ തയ്യാറാണ് ചർച്ചയ്ക്ക്. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷകരാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞത്. അത് നമ്മൾ സ്വാഗതം ചെയ്യണം. അടുത്ത് തന്നെ ആവണം. അതെ അതെ അതെ, അല്ലെങ്കിൽ ഉന്നയിക്കൂലല്ലോ. അതെ പറയും. അതെ അതെ. അല്ല, അത് കോടതിയിലെ പരിഗണനയുള്ളതായതുകൊണ്ട് ആ നിലക്കുള്ള അതിന്റെ നടപടികൾ പൂർത്തീകരിക്കണം. അത്രയല്ലേ ഉള്ളൂ. അല്ല, പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ചർച്ചയ്ക്ക് വിളിച്ചതുകൊണ്ട് ചർച്ച ചെയ്തതിനു ശേഷമാണ് ഈ കാരണം ഇനി പ്രക്ഷോഭം. ആ ചർച്ച അനുകൂലമല്ലെങ്കിൽ അല്ല, നിർത്തിവെക്കുക എന്നുള്ളതല്ല, ചർച്ചയ്ക്ക് തയ്യാറാണ്. അല്ല, പ്രക്ഷോഭം ഞങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പോവാണ് ഇന്ന് യോഗത്തില്. പരിഹരിക്കപ്പെടണം. അല്ല, അത് പിന്നെ സ്വാഭാവികല്ലേ. അല്ല, അതിപ്പോ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് മുമ്പുള്ള തീരുമാനങ്ങളുള്ളതൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചാൽ നമ്മളും പിന്നെ മാന്യമായിട്ടല്ലേ ഇടപെടാൻ പാടുള്ളൂ. ഇപ്പൊ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങൾ ചർച്ചയ്ക്കില്ല, ഞങ്ങൾ പ്രക്ഷോഭം നടത്തുമെന്ന് ആരെയും പറയും. അപ്പൊ ചർച്ചയ്ക്ക് വിളിച്ചാൽ നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ചർച്ച പരാജയപ്പെടുമോ അതോ വിജയിക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. ചർച്ച വിജയിച്ചാൽ പിന്നെ പ്രക്ഷോഭത്തിന്റെ ആവശ്യമില്ല. ചർച്ച പരാജയപ്പെട്ടാൽ പിന്നെയും പ്രക്ഷോഭം വേണ്ടി വരും. ഒക്കെ ആലോചിച്ച് തീരുമാനിക്കും. പിന്നെ അല്ല, ചർച്ചന്റെ വിഷയം പറയട്ടെ. അതുണ്ട്. അതങ്ങനെയല്ലേ. ഒരു മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയ സമൂഹമല്ലേ. അതോടുകൂടി സുന്നി സമുദായം എന്നൊക്കെ പറഞ്ഞത് ഇവിടുത്തെ 95% മുസ്ലിങ്ങളും ആ വിശ്വാസക്കാരാണ്. അപ്പൊ അവരുടെ ആവശ്യമാണ്. അവർക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകപ്പെടുന്ന സമയങ്ങൾ അത് അനിയിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതല്ലേ. അപ്പൊ അതിന് ഒരു മാന്യമായ നിലക്ക് നമ്മൾ അതിന് നിവേദനം കൊടുത്താൽ അത് പരിഗണിക്കപ്പെടുക. അത് പരിഗണിക്കാനും മുഖ്യമന്ത്രിക്കാണ് നമ്മൾ നിവേദനം കൊടുത്ത് അദ്ദേഹം ചികിത്സാർത്ഥം അമേരിക്കയിൽ പോയിട്ടുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ അദ്ദേഹം വന്നതിന് ശേഷം ഒരു പരിഹാരം കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അതിന്റെ മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിന്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രസ്താവനകൾ ഉണ്ടാവുമ്പോൾ അത് നമ്മളും ചൊളിപ്പിക്കുമല്ലോ. അല്ല, അത് നമ്മൾ പറഞ്ഞില്ല. അത് നിങ്ങൾ പറയാം. അല്ല, അയാളെ സമയം വിലപ്പെട്ടതല്ലേ, നമ്മളെ സമയം പോലെ തന്നെ. അപ്പൊ അയാളോട് പറഞ്ഞല്ലോ സമയം.